പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന വചനം പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായം 14 വാക്യമാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളൂ, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളൂ. ഈ വചനത്തിൻ്റെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇസ്രായേൽ ജനം ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാനാൻ ദേശത്തേക്ക് പോകുന്ന വഴി ചെങ്കടൽ എന്ന വലിയ പ്രതിസന്ധി അവരുടെ മുന്നിൽ. അതുമാത്രമല്ല, ശത്രു പിന്തുടരുന്നു. ശത്രുവിനും ചെങ്കടലിനും നടുക്ക് നിൽക്കുമ്പോൾ മോശ അവരോട് സംസാരിക്കുന്ന വാക്കുകളാണ്: നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. നാം ഇന്നീ വചനം ശ്രവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്? നമ്മളിൽ പലരും പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് മുമ്പോട്ടിനി എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ നിൽക്കുന്നവരാകാം. അതുമാത്രമല്ല, പ്രതിസന്ധികൾ മാത്രമല്ല, ശത്രു പല രൂപത്തിൽ നമ്മളെ പിന്തുടരുന്നുണ്ടാവാം. രോഗത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കടബാധ്യതകളുടെയും അസ്വസ്ഥതകളുടെയും അപവാദങ്ങളുടെയും ഒറ്റപ്പെടുത്തലുകളെയും പല രൂപത്തിൽ ശത്രു നമ്മളെ പിന്തുടരുന്നുണ്ടാവാം. ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്: പരിഭ്രാന്തരാകാതെ, ആകുലപ്പെടാതെ, പഴിക്കാതെ, ദൈവത്തെ കുറ്റം പറയാതെ, ആരെയും ശപിക്കാതെ നിങ്ങൾ ശാന്തരായിരിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നാം വായിച്ചിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷം 10 അധ്യായം 30 വാക്യത്തിൽ: നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. ഈ വചനങ്ങളെല്ലാം നമുക്ക് അറിവുള്ളതാണ്, നമ്മുടെ ബുദ്ധിയിലുണ്ട്, നാം വായിച്ചിട്ടുണ്ട്. പക്ഷേ സാഹചര്യം വരുമ്പോൾ, പ്രതിസന്ധികൾ മുമ്പിലുള്ളപ്പോൾ, ശത്രു പിന്തുടരുമ്പോൾ നാം പരിഭ്രാന്തരായി പോകുന്നു. നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്നില്ല. നാം പഴിക്കുകയും ശപിക്കുകയും ചെയ്യുന്നു. ചിലർക്ക് വിശ്വാസം പോലും നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഈ വചനം നമ്മുടെ ബുദ്ധിയിലുണ്ട്, നമ്മുടെ അറിവിലുണ്ട്, പക്ഷേ ഹൃദയത്തിലില്ല. വിശ്വാസത്തിലൂടെയാണ് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത്. വിശ്വാസം വഴി നമ്മുടെ പരിഭ്രാന്തിയെ ഉന്മൂലനം ചെയ്യാൻ പറ്റും. വിശ്വാസമുള്ളിടത്ത്, ശരണമുള്ളിടത്ത്, ദൈവാശ്രയമുള്ളിടത്ത് ഒന്നിനും നമ്മളെ കുലുക്കാൻ സാധിക്കുകയില്ല. എവിടെയെല്ലാം വിശ്വാസം കുറയുന്നോ അവിടെയെല്ലാം പരിഭ്രാന്തി കൂടും. എവിടെയെല്ലാം ശരണം കുറയുന്നോ അവിടെയെല്ലാം ആകുലത കൂടും. ആകയാൽ ഒരേ ഒരു കാര്യം പ്രാർത്ഥിക്കുക: കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എൻ്റെ ശരണം വർദ്ധിപ്പിക്കണമേ. നീ പറഞ്ഞിരിക്കുന്ന വചനങ്ങളിൽ ആഴമായ വിശ്വാസം എനിക്ക് തരണമേ. അങ്ങനെയാണെങ്കിൽ ഈ പ്രതികൂല സാഹചര്യങ്ങൾ, പരിഭ്രാന്തി ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവകൃപയാൽ നമുക്ക് ശാന്തരായിരിക്കാൻ സാധിക്കും. നമ്മൾ ശാന്തരായാൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മൾ ശാന്തരായാൽ മാത്രം, നമ്മൾ ശാന്തരായാൽ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ഒന്ന് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ സമർത്ഥമാകാൻ. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. പരിഭ്രാന്തിയിലൂടെ, ഉത്കണ്ഠകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ പല അവസ്ഥകൾ ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഒരേ ഒരു പ്രാർത്ഥന: ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുമെന്നും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ സാഹചര്യങ്ങളെ അങ്ങയുടെ കരുണയ്ക്കും കൃപയ്ക്കും അടിയറ വയ്ക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. അങ്ങ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് വിജയം നേടിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഈശോയെ, അങ്ങേ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ കൃപയാൽ, ദൈവിക ശക്തിയാൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഈശോയെ അങ്ങയുടെ കരുണയ്ക്ക് സമർപ്പിക്കുന്നു. വിശ്വാസം അവരിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ദൈവശരണം, ദൈവാശ്രയം ഞങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ആമേൻ. നമ്മളെല്ലാവരും വചനശക്തിയാൽ നിറയട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സാധിക്കുന്നിടത്തോളം ഈ വചനശക്തി എന്ന പേജ് എല്ലാവരുമായി ഷെയർ ചെയ്ത് വചനത്തെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആമേൻ.